പ്രജോമയുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. പ്രജോമയുടെ നമ്മുടെ അടി അടി മോനെ എന്ത് രസമല്ലേ. 12 ദിവസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു അടിപൊളി ട്രിപ്പാണ്. ഇത് ട്രിപ്പിൻ്റെ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ അമ്പലപ്പുഴ അമ്പലമാണ്. നമ്മുടെ സ്വന്തം ജില്ലയിലുള്ള അമ്പലമാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ അകത്ത് കയറുന്നത്. എന്തായാലും രസം, അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പെന്ന് വെച്ചാൽ നേരെ പളനിയാണ്. പളനി നേരെ ആദ്യം ഗുരുവായൂർ, അവിടുന്ന് പളനി, പിന്നെ കൊടൈക്കനാൽ, അങ്ങനെ ഒരു ട്രിപ്പാണ്. നമ്മുടെ മണ്ണാടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങുന്നത്. ചെറുക്കൻ ഇവിടെ അടിപൊളി ലുക്കായിട്ട് കിടപ്പുണ്ട്. നമ്മൾ രതീഷണ്ണൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. രതീഷണ്ണനെ വാച്ച് ചെയ്യുവാണ്, ഇവിടെ എന്ത് വായി ചെയ്യുന്നതെന്നൊക്കെ നോക്കി. അപ്പം പുറക്കാട് നിന്നാണ് നമ്മൾ ആളിനെ എടുത്തിട്ടുള്ളത്. ഫുള്ള് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കയറ്റിയായിരുന്നു. അപ്പം മഴയായത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ വെച്ച്. അങ്ങനെ ഇന്ന് നമ്മൾ രതീഷണ്ണനുമായിട്ട് ഒരു കിടുക്കൻ ട്രിപ്പിൽ നമ്മളിന്ന് രാവിലെ കോഴിക്കോട് നിന്ന് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ടാണിപ്പം കോഴിക്കോട് നിന്ന് വന്ന് 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഷെഡിൽ വന്നേ. രതീഷണ്ണൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങി. ഞാൻ പിന്നെ ഫുള്ള് വൃത്തിയാക്കിയിട്ടെല്ലാം കഴിഞ്ഞപ്പോൾ 8-9 മണിയായി. എനിക്ക് ആകെ 1 മണിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ഒന്ന് വണ്ടി എടുത്തിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് പുറകെ നമ്മൾ ലൈനിൽ കാണിക്കും. എന്തായാലും അമ്പലം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഉണ്ടോ, ആലും ചോട്ടൊക്കെ ഒരു അന്യായ ഫീലാണ് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈനിൽ കാണാം. ഓക്കെ. ഏലി 23 വണ്ടിയാ. വീണ്ടും നല്ല മഴ വരികയാണ്. ഫുള്ള് മഴ ട്രിപ്പ് കേട്ടോ. മഴയോ മഴ, എവിടെ പോയപ്പോഴും മഴ, ഇന്നലെ പോയപ്പോഴും മഴ, ഇന്നും മഴ. ഫുള്ള് ഭക്തിഗാനമാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാതെ വിടണം. ഓ, ശക്തമായ കാറ്റ്, ശക്തമായ കാറ്റ്. നമ്മളങ്ങനെ അരൂർ ടോൾ എടുക്കാറായി. ബ്ലോക്കെന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക്, വെടിച്ചെല്ല് ബ്ലോക്ക്. ഇത്ര നേരം രതീഷണ്ണൻ്റെ മാസ് ഡ്രൈവിങ് കാരണം പെട്ടെന്ന് നമ്മളെത്തി ഇവിടെ. ടോളിൽ കൂടെ പോന്നു. ബൈക്കാർ ടോളിൽ അവര് ടോളോടെ തോന്നുന്നു കേട്ടോ. ഗായ്സ്, ഞങ്ങൾ ടോളുകാരെ പറ്റിക്കാൻ പോവാണ്. നടക്കത്തില്ല. മഴ പെയ്തു. നമ്മളങ്ങനെ ഇവിടെ വടക്കുംനാഥൻ ക്ഷേത്രം എത്തിയിരിക്കുകയാണ്. ഇന്നലെ നേരെ നമ്മൾ കൊടുങ്ങല്ലൂർ, ഗുരുവായൂരൊക്കെ കയറി അവിടെ ഗുരുവായൂർ സ്റ്റേ ആയിരുന്നു. അവിടെ നിന്ന് രാവിലെ വണ്ടി എടുത്തിട്ട് അപ്പോൾ ഇവിടെ എത്തി, വടക്കുംനാഥനെത്തി. നമ്മുടെ രതീഷ് മാമൻ്റെ ഹോട്ട് സീറ്റ്
വള്ളിയുടെ വരവൊക്കെ കണ്ടില്ലയോ. പിന്നെ നമ്മുടെ പ്രജോമയുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. പ്രജോമയുടെ നമ്മുടെ ആരാന്നറിയത്തില്ല. ഇഡലി സാമ്പാറൊക്കെ രതീഷ്. എന്തുവാടേ താൻ എന്താ പറയുന്നേ? ഉണ്ടോ? എന്താ പിന്നെ ഇനി വേറെ ഏതോ ഒരു അമ്പലത്തിലാണ് കയറിയിട്ട് നേരെ പളനിക്ക് പോവാണ്. അപ്പോൾ ഇന്ന് പളനിയിലാണ് സ്റ്റേ. പിന്നെ മറ്റേന്നാൾ കൊടൈക്കനാലുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ പളനി ചെന്നിട്ട് തീരുമാനിക്കത്തുള്ളൂ അങ്ങോട്ട് പോകണോ വേണ്ടെന്നുള്ളത്. പോകണമെന്ന് എല്ലാവരും പറയുന്നേ. അടിപൊളി പ്രാവുണ്ടോ. ചെറുക്കൻ്റെ ലുക്ക് മാരക ലുക്ക് തന്നെ അല്ലയോ. ഇതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ പറയേണ്ടതാണ്. നമ്മൾ പരിഹരിച്ചു തരാം. ഒരു ലിപ്പും ചാനലിൻ്റെയും കൂടെ ഒരു കുറവുണ്ട്. അതും കൂടെ വെക്കണം, സെറ്റാക്കണം. രതീശമാകുമ്പം പിന്നെ ഇവിടെ ഒരു അടിപൊളി അന്തരീക്ഷം കേട്ടോ. കാരണം ഒരു വേറൊരു വൈബ് ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മളിത് ഇവിടെ തുറങ്കത്തിലോട്ട് കയറാൻ പോകും. തുറങ്കം തുറങ്കം തുങ്കരം എത്തി. തുങ്കരം അടി ഇതായിട്ടിട് റെഡ്. ഇനി അടി ഒന്നും കൂടെ അടി. നമ്മുടെ രതീഷ് അണ്ണൻ, രതീഷ് വിശ്വനാഥ്. ഓ എന്താ ക്യാമറ കണ്ടാ പിന്നെ ഷോ ഇറങ്ങും. പക്ഷേ ലോല മനസ്സാ. ഇത്ര നല്ല ശരീരം ഉണ്ടെങ്കിൽ വയറൊക്കെ കണ്ടോ? എന്തേന്നോ ഒരു ചാക്കകത്തോടെ കയറിപ്പോയി. അത് പറഞ്ഞപ്പോ വയറ് ഇതിൻ്റെ അകത്ത് ഒടുക്കത്തെ ഗ്ലാമർ അല്ലയോ. എന്നോട് പറയാമല്ലയോ. അപ്പുറം നിർത്തുമ്പോഴേ പറഞ്ഞാൽ 500 രൂപ ഇറങ്ങണം കേട്ടോ. പറഞ്ഞു പറയിപ്പിച്ചാൽ കാര്യം അറിയണ്ട. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ. മോനെ എന്ത് രസമല്ലേ. അല്ല പാലക്കാടിന് ഇത്ര ഭംഗി.
നമ്മളോട് തൊട്ട് തലോടി ഇരിക്കുന്നവർ ഒരിക്കൽ കുണ്ടനാന്ന് പറയുമ്പോൾ വിഷമമുണ്ടല്ലോ. പ്രകൃതി ഭംഗി ആസ്വദിച്ചൊരു യാത്ര. അടിപൊളിയല്ലേ? മലയുടെ മേളിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. എന്താ വാട്ടർഫാൾസ്? എത്ര വാട്ടർഫാൾസ് അറിയാം? അടിപൊളിയല്ലേ? കണ്ട് 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 വെള്ളം വരുന്നല്ലേ? അത് കുത്തോളോ? കുത്തോളം വെച്ചാ മല മലയത് കുത്തൊഴുക്ക്. ഇത് തൃശ്ശൂരാണോ പാലക്കാടാണോ? ഇത് എവിടെ? ഇത് ജില്ല? പാലക്കാടോ? അല്ല, പാലക്കാടിന് ഭയങ്കര ഭംഗിയാന്ന് പറയുന്നേ. കുറച്ച് അറിവ് ഇങ്ങോട്ട് പറഞ്ഞു. പാലക്കാട് വെള്ളില്ലെങ്കിൽ കേരളമില്ല. അതാണ് അതാണ് പറയാനടി തള്ളി കുറേ അങ്ങോട്ട്. കാറ്റാടി മരത്തും കൊണ്ട് കളി. അത് കണ്ടാട്ടാ. അപ്പൊ ഇതിപ്പോ എവിടെ രതീഷണ്ണോ? ഇതിപ്പോ എവിടായി? നമ്മളങ്ങനെ ഉടുമ്പൽപേട്ട്. അതല്ല, TNEB, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്. ഫുള്ള് ഗ്രാമം ഗ്രാമം. അടിപൊളി കാറ്റ്. കാറ്റാടി അടിക്കുന്ന കാറ്റടിക്കുമല്ലേ? കാറ്റാടി തരുന്ന കാറ്റാണ് ഈ വീശുന്ന കാറ്റ്. രതീഷണ്ണ ജില്ലമ്പല്ലിക്കാറ്റ് ഒന്ന് ചിത്തി അടിച്ചാൽ ഇവിടെ ഫുഡ് കഴിക്കാണ് നിർത്തിയത്. കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അടിപൊളി വീട് കണ്ടോ? എന്തൊരു ഭയങ്കരമായിട്ട് കാറ്റെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ്. മഴയാണെന്ന് അറിയത്തില്ല. ഇവിടെ നമ്മൾ മഴയില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ രക്ഷയില്ല കണ്ടോ? രതീഷ് മാമൻ എപ്പോഴും ഒരു ചിരിയാ. എന്താ പറയാനാന്ന് പറ. മാമ വല്ല കഴിക്കണ്ടേ? മാമ വാ ഇറങ്ങി വേണ്ടേ? എന്താ അത് മാമ അല്ലാതെ എന്ത് കഴിയുമ്പോ? ഓ നല്ല അടിപൊളി കാറ്റാ. ഈ തമിഴ്നാട് ബസ് വരാൻ നല്ല രസമായി. ഈ ബസ് ഉണ്ടോ?
അങ്ങനെ ഗൈസ് നമ്മൾ പളനി എത്തിയിരിക്കുകയാണ്. പളനി സരയുവിന്റെ വണ്ടി വരുന്നുണ്ട്. എന്താ പറഞ്ഞാ കേട്ടില്ല. വണ്ടി വരുമോ? പളനി റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. പളനി റെയിൽവേ സ്റ്റേഷൻ. എത്തിമേലെ പൊട്ടിട്ടാലും തിരുവനന്തപുരോ ആ കാണുന്നല്ലേ. നമ്മളങ്ങനെ പളനി എത്തിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. രതീഷ് മാമൻ്റെ കൂടെ ഉണ്ട്. രതീഷ് മാമൻ ഒരേ കൗണ്ടറൊക്കെ അടിച്ച് നടക്കും ഇതിലെ കൂടെ. ചിന്നം ബിരിയാണിയോ? നമ്മുടെ ബസ് കിടപ്പുണ്ട് തോടൊക്കെ. പളനി, ഇതാണ് പളനി. പിന്നെന്താ 12 ദിവസം. ഹോട്ട് ബ്രേക്കിന്റെ വണ്ടി വരുന്നുണ്ട്. രസമുണ്ട് ഇവിടുത്തെ കാണാൻ. കേട്ടോ, നമ്മളിതിന്റെ പുറകെ കൂടെ കയറി ഇങ്ങനെ കറങ്ങി അവിടെ കൊടൈക്കനാല്. അവിടാണോ? അവിടാണ് കൊടൈക്കനാൽ എന്നാണ് രതീശണ്ണം പറയുന്നത്. അവിടെ 60 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പൊ എത്ര സ്പീഡ് ഇപ്പൊ പോകുന്നത്? 40? 35. അത് 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് രതീഷ് മാമൻ പറയുന്നത്. അപ്പൊ നമുക്കിനി ഇവിടുന്ന് അവിടെ പോകണം. അവിടെയാണ് പളനി രതീഷ് മാമൻ പറയുന്നത്. അപ്പൊ ഈ മലയൊക്കെ കയറണോ? മലയൊക്കെ കയറി പോകണം. മല താണ്ടി കുന്ന് കാണ്ടി മലയും താണ്ടി ആദ്യം താണ്ടി പുറയും താണ്ടി പോറ്റി താണ്ടി. അതാണ് പറഞ്ഞ രാത്രി അങ്ങനെ കിടക്കുമെന്നൊരു പിടുത്തമില്ല. കാരണം ഇവിടെ ഫുള്ള് കൊതുകൊക്കെയാന്നാ പറയുന്നത്. ഒരു വൃത്തിയില്ല. അതാണ് വിഷയം. നമ്മുടെ വണ്ടി ഇതാ കിടപ്പുണ്ടായിരുന്നു. മന്നാടിയാർ. ഇവിടെ റൂം എടുത്തേക്ക് നിന്ന് ഇവിടുത്തെ നമ്മുടെ കൂടെ വന്നവർക്കുള്ള പോകുന്നു. ഇത് 20 സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. വയ്യ മോനെ വയ്യ. കഴിച്ചിട്ടൊന്നും അനങ്ങാൻ വയ്യ. അവിടത്തെ കെട്ടിപ്പിടിച്ച് നോക്കാടോ. എന്തുവാടാ പട്ടാപ്പകല്? അടിച്ച് പാമ്പായി. ഓടി വയ്യാത്ത വയ്യാടേ. അണ്ണനെ അടിച്ച് വിറ്റ് പാമ്പായി. ആനപ്പാപ്പാനാണ്. ആന കുത്തി പാടാ കാണിച്ചു കൊടുക്കും. ഇനി പൊക്കല്ലേ ഒരുപാട്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ക്യാബിൻ. BS6 അടിപൊളി വൈബാട്ടോ. അപ്പോൾ ഇനി നാളെ നമ്മൾ രാവിലെ ചിലപ്പോൾ കൊടൈക്കനാൽ പോവും. ചിലപ്പം അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോ വരാം. കാണുന്നതാണോ? ബാക്ക് പരിപാടി
വീലുണ്ടല്ലോ. ബാക്കി ബാക്ക് വീലുണ്ടല്ലോ. അത് പക്ഷേ കളർ അതെത്ര വാങ്ങിയതാ? നമ്മളങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴയും കാറ്റും കാരണം നമ്മൾ കൊടൈക്കനാൽ നമ്മൾ ഒഴിവാക്കി. പേടിക്കണ്ട. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മഴയെന്ന് വെച്ചാൽ അത് ശക്തമായ മഴയാണ് ഇവിടെ. കാറ്റെന്ന് വെച്ചാൽ അതിലും വലിയ കാറ്റ്. പിന്നെ നല്ല ഇടിയും മിന്നലും ഉണ്ട്. കണ്ടോ, പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴും ഇടി വെട്ടി. കാറ്റാണ് ശക്തമായ കാറ്റോടെ. നാട്ടിലും ഇത് തന്നെ അവസ്ഥയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് കണ്ടെയ്നർ ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടോ, നല്ലിടിയാ. ചോലകളും കുയിലാടും പാടും താഴ്വാരം എല്ലാം കണ്ടോ. കുളിക്കാൻ വെള്ളമില്ലെന്നായിരുന്നു ഇപ്പം. കുളിക്കാൻ വെള്ളമില്ലെന്നായിരുന്നു ഇപ്പൊ ഒടുക്കായി. പകലിൽ കാവലുണ്ടേ തദന്താരേ തന്താരേ ദാരു താരാരിരാരു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിവിടെ ഷെഡിൽ വന്ന് നമ്മൾ 12:45 അവിടുന്ന് കളനിയിൽ നിന്ന് വണ്ടി എടുത്തേ. എന്നിട്ട് ഇപ്പോൾ ആളെ കൊണ്ട് ഇറക്കിയിട്ട് ഇപ്പോൾ സമയം എത്ര 45 ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഇതേതാ പുതിയ BS6 ആണ് കിടക്കുന്നത്. ഇത് അപ്പുറത്ത് നമ്മുടെ ലൈഗറും നമ്മുടെ മലയാളിയും കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ ഡെയർ ഡബിൾ കിടപ്പുണ്ട്. കണ്ടോ ഇത് കിടക്കുന്നു. രതീഷണ്ണ എന്തോ അവിടെ ചായ കുടിക്കുന്നത്, വിശക്കുന്നതായിരുന്നു. ഇന്നലെ എല്ലാം കഴിച്ചതാണ്, ഉച്ചയ്ക്കും എല്ലാം കഴിച്ചതാണ്. രതീഷണ്ണ എന്തോ അവിടെ മാറിയിരുന്ന് കണ്ടോ. നമ്മൾ പൊറോട്ടയും ഒരു ചിക്കൻ കറിയും കഴിച്ചിട്ട് ഇവിടെ മാറി ഞാൻ നിൽക്കുക. ഇനി വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം. 2 ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയണ്ടല്ലോ. പിന്നെ എന്താ പിന്നൊന്നുമില്ല. അപ്പോൾ ശരി എന്നാൽ കിടക്കും നമ്മുടെ ചെക്കൻ. നമുക്ക് പുതിയ ഷെഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 10 വണ്ടി കിടക്കും, സർക്കാരിൻ്റെ വകയുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.